മീനെന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ച് രാവിലെ തന്നെ ഒന്ന് പുഴയോരത്തേക്ക് പോയിട്ടോ. നോക്കുമ്പോൾ ഒന്നുമില്ല, ചൂണ്ടയിട്ടതൊക്കെ വെറുതെ ആയി. അങ്ങനെ നമ്മളെന്താക്കി, കണ്ടൽക്കാടിൻ്റെ സൈഡിലൊക്കെ ചെറിയ മാളങ്ങളൊക്കെ ഇല്ലേ, ഒരു വടിയെടുത്ത് അതിലൊന്ന് കുത്തി നോക്കി, ഞണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് നോക്കിയതാ. നോക്കുമ്പോൾ അതിലും ഒന്നുമില്ല. അങ്ങനെ ഒന്നും കിട്ടാണ്ടായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. എൻ്റെ സമയം ഞാൻ വടകരക്കും പോയി. ഞാൻ വൈകുന്നേരം വടകരയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ അങ്ങ് മീൻ പിടിച്ചോണ്ട് അച്ചിക്ക് ജയശേട്ടനെ കുഞ്ചൂടിയും വൈകുന്നേരം പോയിട്ട് പിടിച്ചിട്ട് തന്നെ 3-4 ചെമ്പല്ലിയും 2-3 മാലാനൊക്കെ കിട്ടിയിരുന്നു. അതിലൊരു മാലാനും ഒരു ചെമ്പല്ലിയും ജയശേട്ടൻ എടുത്തിട്ട് ബാക്കി കുഞ്ചു കൊണ്ടുപോയി. അങ്ങനെ മാലാന പൂച്ചക്കും കൊടുത്ത് ചെമ്പല്ലി ഞാൻ മുറിക്കുക കേട്ടോ. മുറിച്ച് പൊരിച്ചിട്ട് ചോറ് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. ചെറുനാരങ്ങ നീരിൽ മഞ്ഞളും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മിക്സാക്കി നല്ല മസാല ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. ചെമ്പല്ലിനെ കൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം മക്കളെ, എന്തായിരിക്കും ടേസ്റ്റ്. ഒരിക്കലും നമുക്ക് കോട്ടക്കല്ല നസീർക്ക് ഉണ്ടാക്കി തന്നിന്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഈ മസാലയെല്ലാം പെരക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ പുറത്ത് വെറുതെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് മീനിൻ്റെ പള്ള വരെ കീറിയിട്ട് ഞാൻ തേച്ച് കിട്ടോ, ഒരു ഭാഗം ഒഴിവാക്കിക്കില്ല. എല്ലാവരുടെയും പിടിച്ചാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അവസാനം അത് പൊരിച്ചെടുത്തു. എന്ത് സ്മെല്ലാട്ടോ ഇതിങ്ങനെ പൊരിഞ്ഞ് വരുന്നേരം. അങ്ങനെ ചോറും കുറച്ച് ചീരപ്പറങ്ങിൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. ആ ചമ്മന്തിയും ഈ മീനും കൂട്ടി അങ്ങ് അടിച്ച് എന്താ ടേസ്റ്റ് മക്കളെ. പണ്ടൊന്നും ഞാൻ ഈ പുഴമീനൊന്നും കൂട്ടലില്ലേ, പിന്നെ കൂട്ടിക്കൂട്ടിൻ്റെ ടേസ്റ്റ് പിടിച്ചാലും ഞാനിപ്പോൾ ഒഴിവാക്കലുമില്ല. അതുകൊണ്ട് എന്തായി, ജയശേട്ടൻ കമ്പനിക്കാർക്ക് കൊടുക്കുന്ന മീനിൻ്റെ എണ്ണത്തിൽ നിന്നെല്ലാം കുറവ് വന്ന് കുറച്ച് ഞാനങ്ങ് എടുക്കുമല്ലോ. ഞാൻ കൂട്ടി തുടങ്ങണ്ടേനൊന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നേ. കാന്താരി ചമ്മന്തിയും ചോറും നല്ല ചൂടുള്ള ചമ്പല്ലിയും വേറെ എന്ത് വേണമല്ലേ, ആ അടിപൊളി.